ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കറിവേപ്പിനെ കുറിച്ചാണ്. കറിവേപ്പിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കറിവേപ്പിനെ സംരക്ഷിക്കേണ്ടത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. കറിവേപ്പിനെ കുറിച്ചുള്ള നല്ലൊരു വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിരുന്നു. അതിൽ കുറേ പേര് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരവൊക്കെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം. ഈ കറിവേപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വളരെ വിഷമൊക്കെ തളിച്ചാണ് നമുക്ക് കൊണ്ടുതരുന്നത്. വിഷങ്ങളും കീടനാശിനിയൊക്കെ തളിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പെങ്കിലും നട്ടുപിടിപ്പിക്കണം. ഇതുവരെയും നടാത്തവർ ഇനിയെങ്കിലും ഒരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വേനൽക്കാലത്ത് ഈ കറിവേപ്പിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വേനൽക്കാലത്ത് എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചതിന് ശേഷം മഴക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് കറിവേപ്പിനെ സംരക്ഷിക്കുന്നത് നോക്കാം. ചൂട് കാലത്ത് നമ്മുടെ കറിവേപ്പിനെ നമ്മൾ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കറിവേപ്പിൻ്റെ മൂട്ടിലൊക്കെ നല്ലതുപോലെ സ്വല്പം വളമൊക്കെ കൊടുത്തതിന് ശേഷം ഒരുപാട് കരിയില, നമ്മുടെ അയ്യത്തൊക്കെ കരിയിലയൊക്കെ കാണുമല്ലോ, ഉണങ്ങിയ കരിയില എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ മൂട്ടിലെല്ലാം അടുപ്പിച്ചിട്ട് കുറേ മണ്ണും കൂടെ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ കറിവേപ്പ് മൂട് നിൽക്കുന്നുണ്ടല്ലേ, 5-6 കറിവേപ്പ് മൂടുണ്ട് ഞങ്ങൾക്ക്. കുറച്ച് ഓടിരുന്നത് ബോർഡറായിട്ട് വെച്ചിട്ട് അതിനകത്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കറിവേപ്പിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇപ്പോൾ ഇട്ട കരിയിലെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞ് അതിൻ്റെ മൂട്ടിൽ ചേർന്നിട്ടുണ്ട്. കരിയില ഇടുന്നത്, അതിൻ്റെ മൂട്ടിൽ പുതയിടുന്നത് അതിന് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ എളുപ്പം ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരിയില ഇട്ട് മൂടി ഇട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് പല കീടങ്ങളും നമ്മുടെ കറിവേപ്പിനെ ആക്രമിക്കാറുണ്ട്. ഒരു മുഞ്ഞ മാതിരി ഒരു സാധനം കയറി വരാറുണ്ട്, ഉറുമ്പിൻ്റെ ശല്യം, അങ്ങനെ പലതരത്തിലുള്ള ശല്യങ്ങളാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് കറിവേപ്പിനെ നേരിടുന്നത്. അതിൽ നിന്നൊക്കെയും നമുക്ക് ഒഴിവാകാൻ നമ്മൾ നല്ല ഊക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിൻ്റെ മൂട്ടിലും അതിൻ്റെ മണ്ടയിലോട്ടുമൊക്കെ ചാരം വിതറി കൊടുക്കുമായിരുന്നു ഉറുമ്പിനെയൊക്കെ കടത്താനായിട്ട്. എന്നാലും നമുക്ക് ഈ ചൂടുകാലം ആകുമ്പം അവരൊക്കെ എന്തായാലും വന്നിരിക്കും. പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും നല്ല തളിരിലയൊക്കെ വരുന്ന സമയത്ത് അവരെല്ലാം ഇതിൽ നിന്ന് പൊക്കോളും. അപ്പം നല്ല മഴക്കാലമൊക്കെ ആയി. അതിൻ്റെ ചെവിടൊക്കെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനിയും നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ഇതിനകത്ത് അരി വരുന്നൊരു സമയമുണ്ട്. ഇതിനകത്ത് അരി വന്നിട്ടുണ്ട്. അതിൻ്റെ വേരിൽ നിന്നുള്ള തൈ നട്ട് പിടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ അരി ഇട്ട് പിടിപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ അരിയെ നിർത്തുക. ഇപ്പം നല്ലോണം പഴുത്ത് നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ പൂ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ അങ്ങ് നുള്ളി കളഞ്ഞിരുന്നാൽ മതി. പിന്നെ നല്ല കൊമ്പുകൾ കിളിച്ച് വന്നോളും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ കായെ നിർത്തുക. അത് നല്ലതുപോലെ പഴുപ്പിച്ച് അത് നമുക്ക് പാകി എടുക്കാൻ പറ്റും. ഇതാണ് കറിവേപ്പിൻ്റെ അരി. ഇത് നമുക്കൊന്നുകൂടെ ഉണക്കിയതിന് ശേഷം ഇത് കുഴിച്ചിട്ട് കിളിപ്പിച്ചെടുക്കാം. ഇപ്പം മഴയൊക്കെ പെയ്ത് എൻ്റെ കറിവേപ്പ് നല്ലതുപോലെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ്. ചൂട് സമയത്തൊക്കെ നമ്മൾ കറിവേപ്പില അധികം ഒടിക്കാതിരിക്കുക. അതിൻ്റെ മണ്ടയൊക്കെ ഒടിച്ച് ആകെ ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയി എന്ന് കരുതിയിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതിരിക്കരുത്. ചൂട് സമയത്ത് ഇലയൊക്കെ കൊഴിയാറുണ്ട്. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ലൊരു വളപ്രയോഗമാണ്. ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ ഉപ്പൊഴിച്ചു പോയെന്നുണ്ടെങ്കിൽ അത് നേർപ്പിച്ച് ഒഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മീൻവെള്ളം, ഇറച്ചി കഴിയ വെള്ളം ഒക്കെ ഇതിന് ഉപയോഗിക്കാം. ഇറച്ചിയുടെയും മീനിൻ്റെ അടുമ്പൊന്നും വീട്ടാതെ ഇരിക്കുക. കോഴിയുടെയും പട്ടിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അവർ വന്ന മാന്തിയെല്ലാം നശിപ്പിച്ച് കളയും. അതാണ് അടുമ്പ് ഒഴിക്കരുതെന്ന് പറയുന്നത്. കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂടി, തലേന്നത്തെ കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒഴിക്കുന്നതും കറിവേപ്പിന് നല്ല ഒരു വളമാണ്. കറിവേപ്പില പിച്ചുന്നത് ഒരു നാമ്പ് വരുമ്പം 2 നാമ്പ് പിച്ചുന്ന രീതി നിർത്തലാക്കുക. നല്ലതുപോലെ ഒന്ന് വളർന്നതിന് ശേഷം അതിൻ്റെ ഇല പിച്ചാൻ ശ്രമിക്കുക. ഓരോ കതർപ്പ് വീതം ഒടിച്ചെടുക്കാതെ അതിൻ്റെ മണ്ടയിൽ നിന്ന് കിളുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലതുപോലെ മുട്ടിട്ട് കുറേ ശിഖരങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ഇനി മഴക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗം നോക്കാം. മഴക്കാലത്ത് കറിവേപ്പിൻ്റെ മൂട്ടിൽ വളമിടാനായിട്ട് ഇതിൻ്റെ മൂടൊന്ന് ചെറുതായിട്ട് മാന്തി കൊടുക്കാം. നേരത്തെ കരിയില ഇട്ടിരുന്നതൊക്കെ ഇളകി വരുന്നുണ്ട്. നമ്മളിട്ടിരുന്ന കരിയില എല്ലാം നല്ലതുപോലെ ആ മണ്ണിൽ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. വേരൊന്നും പോകാതെ വേണം മാന്തി എടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. കറിവേപ്പിന് ഏറ്റവും നല്ലതാണ് ആട്ടിൻ കാഷ്ടം. ആട്ടിൻ കാഷ്ടവും ചാരവും കൂടെ മിക്സ് ചെയ്താണിത്. അതിൻ്റെ മൂട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു പിടി ജൈവവളം കൂടെ ഇട്ട് കൊടുക്കാം. ജൈവവളമൊക്കെ ദൂരെ മാറ്റി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മൂട് നമുക്കങ്ങ് വെട്ടി അടുപ്പിക്കാം. നമുക്കിനിത് വെട്ടി അടുപ്പിച്ച് കൊടുക്കാം. മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലതുപോലെ തളിർത്ത് കയറി വന്നോളും.
മഴയത്ത് നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് കോഴിക്കാഷ്ടം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. മഴ സമയത്ത് വേണം ഈ കോഴിക്കാഷ്ടമൊക്കെ ഇടാനായിട്ട്. ചൂട് സമയത്തൊന്നും ഇട്ട് കൊടുക്കരുത്. പഴുകിയതിന് ശേഷം വേണം കോഴിവളം ഉപയോഗിക്കാനായിട്ട്. ഇതുവരെയും കറിവേപ്പ് നടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കറിവേപ്പ് നട്ട് കാണിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു കറിവേപ്പ് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കണം. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില വളരെയധികം കീടനാശിനിയെ തളിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കുക. ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു തടം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കിളച്ച് ആ തടം ഒന്ന് ഒരുക്കുക. അവിടെ കുറച്ച് ചാരവും ആട്ടും കാഷ്ടവും ഒരു പിടി ജൈവവളവും കൂടി മിക്സ് ചെയ്യണം. ജൈവവളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വിഷമിക്കുന്നു വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അറയണം. ഇത് എൻ്റെ പറമ്പിൻ്റെ അങ്ങേയറ്റം നിന്ന ഒരു കറിവേപ്പൻ തൈയാണ്. ഇത് ഞാൻ പറിച്ച് എൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നടാമെന്ന് തീരുമാനിച്ചു. അപ്പം നല്ലൊരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. വളമൊക്കെ ഇട്ട് നല്ലതുപോലെ കിളച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കുഴിയിലോട്ട് നടാം. അതിൻ്റെ വേരൊന്നും പോകാതെ വേണം നമ്മൾ കിളച്ചെടുക്കാനായിട്ട്. അടിയനെ നല്ലതുപോലെ ഒന്ന് ഉറപ്പിക്കണം. ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് വളം കൂടി ഇട്ടിട്ട് ഈ മൂട് ഒന്നും കൂടെ ഒന്ന് അടുപ്പിക്കണം. പിന്നെ 2 മാസം കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ വളം കൊണ്ടിട്ട് ഇത് തന്നെ സെയിം വളം തന്നെ ഇട്ടുന്നാൽ മതി. രാസവളം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇടാൻ കുഴപ്പമില്ല. പക്ഷേ ദൂരം മാറ്റി വേണം ഇടാൻ. നല്ലതുപോലെ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കണം. ഇത് നട്ട ഉടനെ അതിന് നാമ്പ് വരുമ്പോൾ ഉടനെ പിച്ച് കളയരുത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പിച്ചാവൂ. പിന്നെ നമ്മുടെ ചെടികൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പുതിയത് നട്ടുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ എല്ലാം പ്രായമാവുന്നതൊക്കെ ഉണങ്ങിപ്പോകുമ്പോൾ നമുക്ക് പിന്നെ കറിവേപ്പില്ലാതെയാകും. അപ്പം കൊച്ചു കൊച്ചു തൈകൾ എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ നമ്മൾ നട്ടുകൊണ്ടേ ഇരിക്കുക. നട്ടതിന് ശേഷം നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം. കുത്തനെ ഒന്നും കൊണ്ട് ഒഴിക്കാതിരിക്കുക. രാവിലെ വൈകുന്നേരവും വെള്ളം തളിച്ചു കൊടുക്കണം. വേനൽക്കാലത്ത് നമ്മൾ മണ്ടേ ഒടിച്ച് ഇല എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വേനൽക്കാലം ആകുമ്പോൾ കറിവേപ്പിലയൊന്നും അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചിട്ടാൽ മതി. തളിർത്ത് നിൽക്കുമ്പോൾ മാത്രം നമുക്ക് കൂടുതലിടാം. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പൊക്കെ നല്ല നീളത്തിലിങ്ങനെ വളർന്നു പോകുമ്പോൾ ഒരു കമ്പൊക്കെ വെച്ചിട്ട് നമ്മളതിനെ കെട്ടി വെക്കണം. അല്ലെങ്കിൽ കാറ്റത്ത് വീണ് പോകാൻ സാധ്യതയുണ്ട്. ചാഞ്ഞങ്ങ് പോകും നമ്മുടെ കറിവേപ്പ്. അതേപോലെ കെട്ടി നിർത്തണം. നമ്മുടെ വീട്ടിലൊരു കറിവേപ്പുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പിച്ച് നമുക്ക് കറിക്കകത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കറിവേപ്പിന് നല്ലതുപോലെ വൃത്തി വേണമെന്നാണ് പറയുന്നത്. പിന്നെ ആരെങ്കിലും കറിവേപ്പില ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ തന്നെ എടുത്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പ് നല്ലതുപോലെ പിടിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയെങ്കിലും തീർച്ചയായിട്ടും ഒരു കറിവേപ്പ് ഞങ്ങൾ നട്ടുപിടിപ്പിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.